അടുത്തൊരു യാത്ര നമ്മൾ സെറ്റാക്കിയത് തേക്കടിയിലേക്കായിരുന്നു. ഈ യാത്രയ്ക്ക് മുമ്പുള്ള ചില തള്ളലുകളാണ് നിങ്ങൾ കാണുന്നത്. ഈ ട്രാവലറിൽ ഡ്രൈവർ അടക്കം 17 ആളുകളാണ് പുറപ്പെട്ടത്. കാവതികുളത്തുനിന്ന് ഏകദേശം രാത്രി 9 മണിക്ക് ശേഷം യാത്ര പുറപ്പെട്ടു. നമ്മുടെ യാത്രയിലുള്ള കൂട്ടുകാരാണിത്. എല്ലാ വർഷവും ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം തേക്കടിയിലേക്കാക്കാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇതാ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. രാത്രിയുള്ളൊരു യാത്ര വളരെ വൈബാണത്. എനിക്കിഷ്ടം ഇങ്ങനത്തെ യാത്രകളിലൊക്കെ ഡ്രൈവറുടെ അടുത്തുള്ള സീറ്റിലിരുന്ന് യാത്ര ചെയ്യാനാണ്. എന്തായാലും യാത്രയിൽ ഉറക്കം വരില്ല. അപ്പോൾ ഡ്രൈവറോട് അടുത്തിരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബാണത്. ഡ്രൈവറോട് സംസാരിച്ച് അങ്ങനെ യാത്ര ചെയ്യാം. രാവിലെ നമ്മൾ കുമ്മളിയിലെത്തിയിട്ടാണ്. അവിടുത്തെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്ന് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല തണുപ്പായിരുന്നു. അപ്പോൾ അവിടെ നല്ലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ തണുത്തങ്ങ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഹൗലുംകരയിൽ ചുടുവെള്ളം വരുന്ന പൈപ്പ് ഉണ്ടെന്ന് കാണിച്ചു തന്ന് അതിൽ നിന്ന് ഓതെടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് നിസ്കരിച്ച് യാത്ര വീണ്ടും പുറപ്പെടാം. നമുക്ക് തേക്കടിയിലേക്ക് രാവിലെ എത്തണം. തേക്കടിയിലെത്തിയിട്ട് അവിടെ കാണാനൊക്കെയാണ് ഉദ്ദേശം. ഏകദേശം രാവിലെ ഒരു 7 മണിയായപ്പോൾ തേക്കടിയിലെത്തി. അവിടെ നിന്ന് ഇനി ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ നിന്ന് ബോട്ടിങ് നടത്തണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യണം ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തേക്ക്. ഇതാ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് യാത്ര പോയിട്ട് നമുക്ക് അവിടെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കിട്ടി നമ്മൾ ബോട്ടിങ്ങിലേക്ക് പോവുകയാണ്. ബോട്ടിങ്ങിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ ഭാഗം കാണാൻ വളരെ രസകരമാണ് കേട്ടോ. നല്ല രസകരമായ ഒരു സ്പോട്ടാണ് ഈ ഭാഗത്തുള്ളത്. അത് നിങ്ങൾക്ക് കാണാം. വളരെ രസകരമായ സ്പോട്ടാണ്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി ബോട്ടിങ്ങിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്, ആളുകളും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെന്നപ്പോൾ ചെറിയൊരു ബോട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 17 ആളുകളുണ്ടായതുകൊണ്ട് അത് മുഴുവനായിട്ട് നമുക്ക് വിട്ടു തന്ന്. അതിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യാത്ര സന്തോഷമായിരുന്നു. കാരണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും സംസാരങ്ങളൊക്കെ പറഞ്ഞു പോകാമല്ലോ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അപ്പോൾ അതിൽ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ ബോട്ടിങ് എന്ന് വളരെ രസകരമായ യാത്രയാണ്. നല്ല നയനമനോഹരമായ കാഴ്ചകൾ, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രയാണ്. 1.5 മണിക്കൂറാണ് നമുക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിലൂടെ യാത്ര എന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ട യാത്രയാണ്. കാഴ്ചകളാണ് ഇവിടെ വിസ്മയമാകുന്നത്. വിരുന്നൊരുക്കുന്നതും കാഴ്ചകളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല രസകരമായിട്ട് കാണാം കേട്ടോ. നമ്മളെ യാത്ര ആരംഭിക്കുകയാണ്. നോക്കൂ, എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമുക്ക് 1.5 മണിക്കൂർ അതിലേറെ സമയം വേണമെന്ന് തോന്നിപ്പോകുന്ന ഒരു യാത്രയാണ് നമ്മുടെ ഇതിലുള്ള ബോട്ടിങ്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഇതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കൂടുതൽ സമയം ബോട്ടിലൂടെ യാത്ര ചെയ്യുന്നത്. ഇത് നമ്മളെ ബോട്ടിലുണ്ടായിരുന്ന ഗൈഡ് എടുത്തു തന്നാണ്. അദ്ദേഹം ബോട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വേണ്ടി മാത്രം എടുത്തു തന്ന വീഡിയോ ആണിത്. കാണാൻ നല്ല അഴകുള്ള നല്ലൊരു വീഡിയോ ആണ് അത്. രാവിലത്തെ ഭക്ഷണം ബോട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിച്ചത്. ഇത് നമ്മൾ യാത്രയിലുള്ള നൗഷാദ് എന്ന് പറയുന്ന, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നൗഷാദ്. അവൻ്റെ ഭാര്യ തയ്യാറാക്കിയതാണ്. നല്ല ഗ്രേവി ചിക്കൻ, അതിലേക്ക് പൊറോട്ട അവിടെ നിന്ന് വാങ്ങിച്ച് എല്ലാവരും നല്ല ഉഷാറായിട്ട് കഴിച്ച്. ഗ്രേവിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവൊന്നും പോയിട്ടില്ല. അത്രയും നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. അങ്ങനെ ഏകദേശം 3 മണിക്ക് നമ്മൾ
പിന്നെ അവിടെ പല ഡാമുകളും പല സ്ഥലങ്ങളും സന്ദർശിച്ച് ഏകദേശം ഒരു 3 മണിന് ശേഷം വീട്ടിലേക്ക് പുറപ്പെട്ട് രാത്രി തൃശ്ശൂർ ഭാഗത്ത് നല്ല ഫുഡൊക്കെ അടിച്ച് ഏകദേശം ഒരു 12 മണിക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. വളരെ രസകരമായ അനുഭവങ്ങളുള്ള, കാണാൻ കാഴ്ചകളുള്ള ഒരു യാത്രയായിരുന്നു നമ്മളെ കാവതികളത്തുനിന്നും തേക്കടിയിലേക്കുള്ള ഈ യാത്ര.